തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നടപടി എന്ന് പറഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ കൃത്യമായി പേര് ചേർത്തിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്കാരാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനായി അവരുടെ പല പല രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെയുള്ള ഈ പാർട്ടികളുടെ ജെനുവിനിറ്റി എത്രത്തോളമാണ്, പാർട്ടികൾ രൂപീകരിച്ച് അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന പല പാർട്ടിക്കാരും ഈ പാർട്ടികൾ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴിതാ ഗുജറാത്തിൽ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുജറാത്തിൽ 10 പാർട്ടികൾ ഉൾപ്പെടെ 474 പാർട്ടികളുടെ അംഗീകാരം റദ്ദാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വലിയ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇനി 359 പാർട്ടികൾ കൂടെയുണ്ട്. ഈ 359 പാർട്ടികളും നിരീക്ഷണത്തിലാണ് വച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പോരാത്തതിന് പല പാർട്ടികളെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ആ പാർട്ടികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അംഗീകാരമില്ലാതെ രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ, ഇത് ആരാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. തുടർച്ചയായി 6 വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഗുജറാത്തിലെ 10 രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ 474 പാർട്ടികളുടെ അംഗീകാരം കമ്മീഷൻ റദ്ദാക്കി. 2 ഘട്ടങ്ങളിലായിട്ടാണ് കമ്മീഷൻ ഈ നടപടി സ്വീകരിച്ചത്. നേരത്തെ ഓഗസ്റ്റിൽ 334 പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആകെ 808 പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ റദ്ദാക്കിയത് എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചട്ടമനുസരിച്ച് ഒരു പാർട്ടി തുടർച്ചയായി 6 വർഷം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് വിട്ടുനിന്നാൽ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയും നികുതി ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലങ്ങളിൽ അത്തരം പാർട്ടികൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.